ഹായ് ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു ജോലി കിട്ടി. ഇതാണ് ഫസ്റ്റ് ഡേ. അപ്പോൾ നമ്മൾ പോയിട്ട് അവിടെ എന്തൊക്കെയാണ് പരിപാടി എന്നൊക്കെ നോക്കണം. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, അതൊക്കെയായിരിക്കും ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ വേറൊന്നും പറയാനില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വന്ന് കയറിയ പാടെ എനിക്ക് കിട്ടിയ പണി ഇതാണ്. ഉള്ള സവാള മൊത്തം പൊളിക്കുക. ചെറിയ ചെറിയ ബാച്ചസ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒത്തിരി ഒന്നും പൊളിക്കാനില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സവാളയാണല്ലോ, നല്ല രീതിയിൽ കരയിക്കും. നല്ലപോലെ കരഞ്ഞുകൊണ്ട് ഞാനിരുന്നെല്ലാം പൊളിച്ചു. ബൈ ദ വേ, ഞാനിപ്പോൾ കയറിയേക്കുന്ന ഒരു നോൺ വെജ് ഫുഡ് സെയിൽ ചെയ്യുന്ന ഒരു കാട്ടിലാണ്. അപ്പോൾ ഇവരുടെ മാരിനേഷൻസും മിസംബ്ലാസൊക്കെ ചെയ്യുന്ന ഈ റൂമിൽ നിന്ന് 2 ഷിഫ്റ്റായിട്ടാണ് ഇവിടുത്തെ വർക്ക്. ആദ്യത്തെ ഷിഫ്റ്റ് വന്ന് മസാലാസൊക്കെ ഉണ്ടാക്കി ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പോവുക. രണ്ടാമത്തെ ഷിഫ്റ്റ് വന്നിട്ട് കാട്ട് സെറ്റ് ചെയ്ത് സെയിൽസ്. അങ്ങനെയാണ് ഇവിടുത്തെ വർക്ക്. ഇപ്പോൾ നമ്മളിത് അൽഫാമിനുള്ള ചിക്കനിൽ മസാല തേച്ച് സെറ്റാക്കി വൈകുന്നേരം സെർവ് ചെയ്യാനുള്ള സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, കൂടെയുള്ള ഗ്രില്ലിൻ്റെയും ഷവർമയുടെയും മസാലയും കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ രാവിലത്തെ ഷിഫ്റ്റ് കഴിഞ്ഞു. രാവിലത്തെ ഷിഫ്റ്റ് ഇപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെയാണ് പരിപാടി. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ഷിഫ്റ്റ് എന്താണെന്ന് എനിക്ക് പറഞ്ഞൂടാ, അത് പിന്നെ നോക്കാം. ഇപ്പോൾ നമ്മുടെ രാവിലത്തെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് പോയി, കോളേജിലും പോയി, എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അതിപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കട കൊണ്ടുപോയി സെറ്റ് ചെയ്യണം. ഇതാ ഇരിക്കുന്നുണ്ടാ, ഇതാണ് സാധനം. ഇത് കൊണ്ടുപോയി താഴെ ആക്കണം. എന്നിട്ട് പിന്നെ അവിടെയുള്ള പരിപാടികളായി സാധനം തീ കയറ്റുക, വിൽക്കുക, അതൊക്കെ ആയിരിക്കും ഇനിയുള്ള പരിപാടി. കാർട്ട് താഴത്തോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് നമുക്ക് മയണൈസ് കൂടെ ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ പുറകെയാണ് ഇപ്പോൾ. ഞാൻ ആ വെളുത്തുള്ളി പൊളിക്കാൻ കുറച്ച് സമയം എടുത്തു എന്നല്ലാതെ ബാക്കിയുള്ള പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് ആ സംഭവം കുപ്പിയിലും ആക്കി. ഇനിയിപ്പോൾ ഇതെല്ലാം കെട്ടിപ്പറക്കി എടുത്തോണ്ട് നേരെ താഴത്തേക്ക് പോകാം. അറേഞ്ചിങ് ഓൾ ദ തിങ്സ്, ഇതെല്ലാം കൂടെ അറേഞ്ച് ചെയ്തിട്ട് ഈ ടേബിൾ അങ്ങനെ എടുത്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകണം. അവിടെ എങ്ങാണ്ടാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പിന്നെ നോക്കാം. ഇതിപ്പോൾ എത്ര അറേഞ്ച് ചെയ്തു, ഇനി വേറെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും താഴത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചാർക്കോളും കത്തിച്ച് ഷവർമയും സെറ്റാക്കി ഒരു 6 കോഴിയെടുത്ത് കമ്പി കൊത്തി കറങ്ങാനിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇതിവിടെ കിടന്ന് ഇറങ്ങട്ടെ. വൈകുന്നേരം ഈ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കട ഇങ്ങനെ മിന്നി തിളങ്ങി നിൽക്കുക. ഇനിയിപ്പോൾ ആൾക്കാർ വരണം. ഇതുവരെയായിട്ട് ഒരു ഷവർ മാത്രമേ സെയിൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരാൾ വന്ന് നോക്കി പോയി. പതുക്കെ ആൾ വരുമായിരിക്കും. ഇവിടെ ഒരു ദിവസം ഈ ഉള്ളത് മൊത്തം തീർന്നു പറയണേ. നോക്കാം. ഒരു സൈഡിലത്തെ ഷവർമ റെഡിയാവുന്നു, മറ്റൊരു സൈഡിലാണെങ്കിൽ അൽഫാം കനലിലും കയറി. കറങ്ങാനിട്ട കോഴികൾക്കാണെങ്കിൽ കറക്കം നിർത്താറുമായിട്ടില്ല. ഇതെല്ലാം ഒരു സൈഡിൽ നടക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഇടയിൽ ഞാൻ റോളകത്താക്കി. തൊട്ട് കുറേ കസ്റ്റമേഴ്സും വന്നു തുടങ്ങി. സംഭവങ്ങളൊക്കെ പതുക്കെ തീരാനും തുടങ്ങി. ഷവർമയൊക്കെ വെറുതെ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ടാണ് തീർന്നു കിട്ടിയത്. ഞാനിപ്പോൾ സാധനങ്ങൾ കൊണ്ട് തിരിച്ചൊക്കെ വന്നപ്പോൾ കണ്ട മുതലാണിത്. കണ്ടോ, പെയിൻറ്റ് വർക്കാന്ന് തോന്നുന്നു. കൊള്ളാല്ലേ, സ്റ്റിക്കറല്ല, പെയിൻറ്റാന്ന് തോന്നുന്നു. സംഭവം കൊള്ളാം. ഷവർമയെല്ലാം കലി. ഇനി കുറച്ച് ഷവായും കൂടി ഇരിപ്പുണ്ട്. ഒരു 3 ചിക്കൻ അങ്ങോട്ട് ഷവായ ഇരിപ്പുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ സംഭവം തീർന്നു. അപ്പോൾ അത്രയൊക്കെ തന്നെ അവിടുത്തെ പരിപാടികളായിരുന്നുള്ളൂ. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടുത്തെ എല്ലാ സംഭവങ്ങളും തീർന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ച് ഫുഡും കഴിച്ച് നേരെ തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.